കൂൾ ബാറിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലൊരു അടിപൊളി അവിൽ മിൽക്ക് തയ്യാറാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റ് കേട്ടോ ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഏതെങ്കിലും ഒരു പഴം വേണം. ഞാൻ ഇവിടെ റോബസ്റ്റ പഴമാട്ടോ എടുത്തിട്ടുള്ളത്. മൈസൂർ പഴമോ അതല്ലെങ്കിൽ പാളയംകോടൻ പഴമോ അത് ഏതാ നിങ്ങൾക്ക് കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നേന്ത്രപ്പഴമൊന്നും എടുക്കരുതേ. അതൊരു 3 എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. കറക്റ്റും ഒരു പാകത്തെ മധുരമാണ്. അതിങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് അടിക്കരുത് കേട്ടോ. അപ്പോൾ ജ്യൂസ് പോലെ അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടൂല. ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടച്ചെടുക്കുക തന്നെ വേണം. പിന്നെ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ നിലക്കടല വേണം, പൊരിയവിൽ വേണം. അപ്പോൾ ആദ്യം പൊരിയവിൽ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പിന്നെ നിലക്കടയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ബൂസ്റ്റ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും നമുക്ക് പൊരിയവിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഐസ്ക്രീം ഇല്ലാതെയും കഴിക്കാം. ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഐസ്ക്രീം കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടവരുണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡറും നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം കേട്ടോ. പൊരിയവിലൊക്കെ തണുക്കുന്നതിന് മുന്നായിട്ട്. ഇഷ്ടമായാൽ ലൈക്കാൻ മറക്കല്ല.